ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% ഇത്തവണത്തെ വിജയം. വിജയ ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 4,14,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,516 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളും A+ ലഭിച്ചു. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. ജൂൺ അവസാനത്തോടെ സേ പരീക്ഷയുടെ ഫലപ്രഖ്യാപനമുണ്ടാകും. പുനർമൂല്യനിർണ്ണയത്തിന് ഈ മാസം 16 മുതൽ, അതായത് നാളെ മുതൽ 21 വരെ അപേക്ഷിക്കാം. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS ആണ് ഫലപ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്തെ 3031 കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4,14,290 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,10,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,10,456 വിദ്യാർത്ഥിനികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,516 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയാണ്. 99.72% പത്തനംതിട്ടയ്ക്കുള്ളത്. ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം റവന്യൂ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ A+ നേടിയ ജില്ല കൊല്ലമാണ്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത് 2,071 പെൺകുട്ടികളും 9,743 ആൺകുട്ടികളുമാണ്. 100% വിജയം കൈവരിച്ച സ്കൂളുകളിൽ 767 സർക്കാർ സ്കൂളുകളും ഉൾപ്പെടുന്നു. ആകെ 2,105 സ്കൂളുകൾ 100 മേനി വിജയം കൈവരിച്ചു. പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ടീച്ചർമാരൊക്കെ സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് ഈ മാസം 16 മുതൽ 21 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തിയ അവസാന വാരം ഫലം പ്രഖ്യാപിക്കും. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 97.67% വിജയം. ഗൾഫ് മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.